അയ്യോ, അത് കഷ്ടായി പോയല്ലോ. ഐ എം സോ സോറി. അനിയത്തി കുറച്ചു നാൾ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോ ഞാൻ കണ്ടുപിടിച്ചു. അവളുടെ കഴുത്തിൽ ഇപ്പോഴും ഞാൻ വാങ്ങിക്കൊടുത്ത ആ താലിമാലയുണ്ട്. ഒരിക്കൽ താലി ചാർത്തി ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയ പിന്നെ ആ ബന്ധം മരണം വരെയാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാനും. പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് അവരെ വീണ്ടും ഒന്നിപ്പിക്കണം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? പോട്ടെ, അതൊക്കെ വിശദമായിട്ട് ഒരിക്കൽ പറയാം. ഇന്നത്തെ സന്തോഷം വെറുതെ സങ്കടങ്ങൾ പറഞ്ഞ് കെടുത്തണ്ട. ആരാ ഇത്? ഇരിക്കിരിക്കെ. ആ, വന്നിട്ട് കുറച്ചേരം ആയല്ലേ? ആ, കുറച്ചേരായി. ഗോകുലും കൂടി വന്നിട്ട് ഇറങ്ങാന്ന് വെച്ചിരിക്കായിരുന്നു. ഓ, സമൃദ്ധിക്ക് ഇവിടെ നല്ലൊരു കമ്പനിയിലായിരിക്കായിരുന്നു. ആ പ്രശ്നം ഇപ്പൊ സോൾവായി. ഇനി സമൃദ്ധയുടെ അടുത്ത സുഹൃത്തായി ഞാനുണ്ടാവും. ഞാൻ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നല്ല. ഏറെ വേണ്ടപ്പെട്ട ഒരാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതുപോലെയാ എനിക്ക് തോന്നുന്നത്. ഇതേതായാലും വലിയ സർപ്രൈസ് ആയിപ്പോയി. സാധാരണ ഇയാള് ആരോടും അങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയില്ലേ, ചിലപ്പോ അങ്ങനെ വല്ലതും ഉണ്ടാവും. മുജ്ജന്മത്തിലല്ലടി, ഈ ജന്മത്തിൽ തന്നെയാ നമ്മുടെ ബന്ധം. തീർക്കേണ്ട കണക്കുകൾ ഈ ജന്മത്തിൽ തന്നെ ഞാൻ തീർത്തിരിക്കും. ആഹാ, വാ വാ ഇരിക്കെ. രണ്ടുപേരോട് എന്തൊക്കെയായിരുന്നു? ഞങ്ങള് ജിക്സോ പസിൽ കളിക്കായിരുന്നു അച്ഛാ. ആഹാ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഈ വഴി വരണേ. ഞാൻ എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. വരാതെ പറ്റില്ലല്ലോ.